ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് മങ്കാമ ടെമ്പിളിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് കേബിൾ കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇന്ന് ഡേ 4 അല്ലേ? നമ്മൾ മങ്കാമ ടെമ്പിളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് ചീത്ത റോഡായിരുന്നു. അവിടെ ഇവിടെ ചീത്ത റോഡാണ്. കുറച്ച് ചീത്ത റോഡാണെങ്കിൽ പിന്നെ നല്ല റോഡ്, അങ്ങനെ ആയിട്ടാണ് വഴി. പിന്നെ മങ്കാമയിൽ ഞങ്ങൾ അവിടെ നിന്ന് 8 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഒരു 11:30 ആകുമ്പോൾ എത്തുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. പിന്നെ കേബിൾ കാറിൽ കയറണം. കേബിൾ കാറിൽ നല്ല വ്യൂ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. മോർണിംഗ് നല്ല ലേറ്റ് ആയി കേട്ടോ. കാരണം എന്താ വെച്ചാൽ എണീച്ച് കുളിച്ച് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ടൈം കിട്ടിയില്ല. ഫുഡ് കഴിച്ച് പിന്നെ ഹോട്ടലിൽ നിന്ന് ചാടി ഓടി ഇറങ്ങിയതാണ്. ബാഗ് പാക്ക് ചെയ്ത് ഇന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ്. അതുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് ലേറ്റായി. ഒന്ന് ചാടി ഓടി ഇറങ്ങി. ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റും. ബാഗ് പാക്ക് ചെയ്യാൻ ഇറക്കിയില്ലായിരുന്നു. എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന പ്രശ്നമാകും. ഈ സ്ഥലമൊന്നും കാണത്ത് പോലില്ല, വേർത്ത് പോലില്ല. അതുകൊണ്ട് നല്ലൊരു ഉറക്കറങ്ങി. എവിടെയായാലും ഇപ്പോൾ വണ്ടി നിർത്തി. ഞാൻ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു നമുക്കിപ്പോൾ ഒരു ബേക്കറി നിർത്തിയതാണ്. ഇതും വാങ്ങി വന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് തിന്നണം. അങ്ങനെ അത് തിന്നിട്ട് ഇപ്പം എൻ്റെ ഉറക്കം പോയി. പക്ഷെ വണ്ടി എടുത്താൽ ഞാൻ പിന്നെ ഓർമ്മ. ഞാൻ തലകുത്തലായിരുന്നു ഇട്ടത്. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ വേണം. ഇത് ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇതെന്തോ ഒരു കഴിക്കുമ്പോൾ തന്നെ ഒരു ചോയ. എന്നാലും കഴിക്കും. ഒരു മുതുക്ക് കുരു വന്നുണ്ട്. അങ്ങനെയല്ല പറയും. മുതുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ട്രിവാൻഡ്രം ഭാഷയില് വലുത്. ഞാൻ ബ്ലോഗ് പറയുന്ന കേട്ടാ ഗ്ലാമി ഗംഗി കാർത്തിക് സൂര്യൊക്കെ തുക്ക്. എന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടേക്കണം. ഒന്ന് ട്രിവാൻഡ്രം സൈഡിലുള്ള ഭാഷ എനിക്കറിയില്ലേ. ട്രിപ്പ് വരുന്ന ഒരു കുരുവില്ല. ട്രിപ്പ് വരാൻ തുടങ്ങി അതിന് 2 ദിവസം മുന്നേ കുരു വന്ന് കുരു വന്ന് പിന്നെ പിന്നെ തോന്നുന്നു പിന്നെ വരലില്ല. അടുത്തത് പൊട്ടിച്ചു. സ്നേഹ കുടിക്കുന്നു. നല്ല രസമുണ്ട്. അങ്ങനെ അതിനുശേഷം എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ മറ്റേ കേബിൾ കാറിലേക്ക് കയറി. അങ്ങനെ കേബിൾ കാറത്തെ വ്യൂ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഒരു അനക്കവും മര്യാദയ്ക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നല്ല ഹൈറ്റിൽ ശരിക്കും ഇത് പോകുന്നുണ്ട്. ഒരു 3 ലെവലായിട്ടാണ് ഇതിങ്ങനെ കയറി പോകുന്നത്. ആ 3ാമത്തെ ലെവലൊക്കെ ഭയങ്കര ഹൈറ്റായിട്ട് ഇങ്ങനെ കയറി പോകുന്നത്. നമുക്ക് മറ്റേ കേബിൾ കാറൊക്കെ പോകുന്നത് കാണുമ്പോഴാണ് നമ്മൾ 3 ഹൈറ്റിൽ പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക. അല്ലാതെ നമുക്ക് ഉള്ളിൽ നിന്ന് വലിയതൊന്നും തോന്നില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ വീടാണ്. ഇതൊക്കെ കുറച്ച് കയറി കഴിയുമ്പോൾ കാണുന്ന വീടും കാര്യങ്ങളൊക്കെയാണ്. അവിടെ കുറേ വീടും കുറേ ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ചെടിയും ഒക്കെ ഒരു വേറെ ടൈപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ആ ഒരു റൈഡ് നല്ലതായിരുന്നു. നമുക്ക് അങ്ങനെ ഈ കേബിൾ കാർ കയറി പോയാലേ നമുക്ക് ഇങ്ങനെ ഈ മാർക്കറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്പലം വരുന്നത്. അവിടെയാണ് അമ്പലം വരുന്നത്. ഈ വഴിയേ നമുക്ക് അമ്പലത്തിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ളൊരു സ്ഥലമൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ടെമ്പിളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് കണ്ടൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അത്. പിന്നെ നമ്മൾ ടെമ്പിളിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇറങ്ങുമ്പം നേഹൻ്റെ കയ്യിൽ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. നേഹ സ്വന്തമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവൾ ആ ക്യാമറയിൽ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അവളുടെ കലാവിരുദ്ധ അവളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടില്ലേ, ഇങ്ങനെ കാണാൻ ഭയങ്കര രസമായിരുന്നു അവിടുന്ന് ഇങ്ങനെ കേബിൾ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത്. നമ്മളിപ്പം ഇതിൽ കൂടെയാണ് കേട്ടോ വന്നത്. ഇങ്ങനെ വരുന്നൊക്കെ ചെയ്തു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത ടൈം ഒരു ½ ഹവറാണ് ഷോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നാണ് നട്ടി ബാർ എന്ന് പറഞ്ഞിട്ട്. മങ്കാമ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് തൊഴിൽ ചെയ്തുള്ളൂ. ഉള്ളിൽ അത്രയും ക്യൂ. എനിക്കൊന്നൊരു 2 ഹവർ ക്യൂവിൽ നിന്നാലേ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ.
അപ്പം ഞങ്ങൾ അതിന് കയറിയിട്ടില്ല. കാരണം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നേരെ പോകാനായിട്ടുണ്ട് വേറെ സ്ഥലത്തേക്ക്. അപ്പോൾ പുറത്തുനിന്ന് തൊഴുതിട്ട് കുറച്ച് ഷോപ്പിങ്ങും ചെയ്തിട്ട് പിന്നെ ഈ കേബിൾ കാർ എക്സ്പീരിയൻസും കിട്ടി. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. പിന്നെന്താ കഴിച്ചത്? ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ആണോ? അങ്ങനെ ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പിന്നെ ചിക്കൻ പാട്ട് പാടല. ഇനി ഞാൻ പതിട്ട് ഞാൻ കുറച്ച് സിനിമ പ്രേം പൂജാരി കാൻഡിലോപ്പ് പാട്ട് ഞങ്ങൾ പോയി ഉറങ്ങുക. അങ്ങനെ അതാ ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കി. എൻ്റെ മുഖം കണ്ടറിയാം നല്ല രീതിക്ക് അങ്ങ് ഉറങ്ങി. നേഹ്യം കുറച്ച് നേരം ഉറങ്ങി തോന്നുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ കത്തിയിട്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. ഉണ്ട് മറ്റേ വലിയ ക്യാമറ, അതുകൊണ്ട് പിന്നെ മറ്റേ അടുത്തുള്ള സാധനങ്ങൾ എടുക്കുന്നത്. ഇത് ആൾക്കാരുണ്ട്, ഇത് ബ്ലോഗ് ചെയ്യാതെടുക്കുന്നതാണ്. എന്നെ കണ്ടേരും ഇത് കോച്ചിക്കൊണ്ടു. ഹായ് പറഞ്ഞോ ബ്ലോഗിന്. ഹായ്. എനിക്ക് തണുത്തിട്ട് എ സി 2 ഡയറക്ഷൻ അവിടെ ഇവിടെ ചൂട്. അവിടെ ഇവിടെ ഉണക്കിട്ട എ സി. ഇത് നേരെ എ സി അപ്പുറത്ത് ഇല്ല അതില്ല. ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി. എത്തിയപ്പോൾ തന്നെ നല്ല കുറേ വിഗ്രഹം കണ്ടു. വലിയ ബുദ്ധൻ്റെ. അത് ഞാൻ ജസ്റ്റ് ക്ലിപ്പിട്ടുണ്ട്. അമേരിക്ക കിട്ടിയില്ല കാരണം ഞാൻ കണ്ടെന്ന് പ്രാർത്ഥിച്ച് ക്ലിപ്പ് എടുക്കാൻ ലേറ്റായി. പിന്നെ നാളെ കുറേ നല്ല സ്ഥലത്ത് പോകുന്നുണ്ട്, കാണിക്കാം. ഇപ്പം ഞങ്ങൾ ഹോട്ടലെത്താനായി താമസിക്കണേ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കൊന്ന് നേപ്പാളിൻ്റെ ക്യാപിറ്റൽ കാഠ്മണ്ഡുവാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. നല്ല ഭംഗിയുണ്ട്. ഇപ്പം അവിടേക്ക് എത്തിയതും കുറേ നല്ല നല്ല സ്ഥലം ഭംഗിയുള്ള പൊക്കറിയും കാഠ്മണ്ഡുവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി പോകുന്നുള്ളൂ കാഠ്മണ്ഡു. പൊക്ക എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഉണ്ട്. ഞങ്ങളിപ്പോൾ റൂമിലെത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ റൂം. ഞാൻ കാണിച്ചു തരാം. ഇപ്പം തന്നെ റൂം ടൂർ എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഇന്നലത്തെ പോലെ പൊക്കറത്തെ റൂം പോലെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഷെൽഫാണ്. അവിടെ ഞങ്ങളുടെ ചെരുപ്പൊക്കെ ഞങ്ങൾ ഊരിയിട്ട്. അപ്പോൾ ഇവിടെ കോഫി മേക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബാഗ് വെക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഒരു ടി വി ഉണ്ട്. പിന്നെ ഞങ്ങൾ 3 പേര്, ഞാൻ, അമ്മ, നേഹ. അപ്പോൾ 3 ബെഡുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേനൊക്കെ ബാൽക്കണി ഉണ്ടായിരുന്നു. ഇനി ബാൽക്കണി ഒന്നും ഇല്ല. ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇങ്ങനെ കാണാം മാറ്റിയിട്ടാൽ. പിന്നെ എന്താണ് ബാത്റൂം എനിക്കിഷ്ടമായി. ഞാൻ കാണിച്ചുതരാം. ബാത്റൂം ഇതാ ചെറുതാണ്. എല്ലാം ചെറുതാണെങ്കിലും വൃത്തിയുണ്ട്. അങ്ങനെ ഒരു ബാത്റൂമും പിന്നെ ഇവിടെ ഒരു ബാത്റൂം. എനിക്ക് ഈ പടി ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ രാത്രിത്തെ ഡിന്നർ കഴിക്കണം, അതൊക്കെ ഉണ്ട്. ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാൻ രാവിലെ പോയതാ. ഓക്കെ, അമ്മൂമ്മൻ്റെ അമ്മച്ചിൻ്റെ ബെഡ്റൂമിൽ ബാത്ത് ടബ് ഉണ്ട്. അത് നമുക്കില്ലാത്ത. ആ കുഴപ്പമില്ല. എന്തിനാ ഇപ്പൊ ബാത്ത് ടബ്? എനിക്കിഷ്ടമില്ല. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മളിനി പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ രാത്രി ഞാനും നേഹയും അമ്മയും എല്ലാരും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരു സെക്കൻഡ് ഒന്നുകൂടി പറയണം കേട്ടോ.
പാനിപൂരി കൂടാതെ ഞങ്ങൾ പിന്നെ കഴിച്ചത് ഈ ഒരു ചിക്കൻ്റെ സംഭവമാണ്. ഇതിങ്ങനെ ഒരു കോളിൽ ഇങ്ങനെ ചിക്കൻ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തന്നാണ്. ഈ ചട്നി മുക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ഫുൾ നൈറ്റ് ലൈഫ് പബ്ബും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് 18 ആവാത്തോണ്ട് കയറാൻ പറ്റും. ഉച്ചയ്ക്ക് പിന്നെ കയറേണ്ടി വരും. അമ്മ വരില്ല, അല്ലെങ്കിൽ എന്നെ വിടൂല വേറെ കാര്യം. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നെഹയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ കാര്യമാണ് ഈ കാഠ്മണ്ഡുവിൽ ഇങ്ങനെ ലേറ്റ് നൈറ്റ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. കാരണം വെറുതെ ഇങ്ങനെ നടക്കുക, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുക, നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണല്ലോ. നമ്മളവിടെ നിന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോരുകയാണ് ചെയ്തത്.